ഇതാ ഇവിടുത്തെ വലി ഗൾഫിലൊക്കെ കുറ്റി ഉണ്ടാവും ഈ വലിപ്പം. ഗൾഫിലെ കുറ്റിയല്ലേ, അത് ചിലപ്പോ ഇത്ര വലിപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എടാ, ഈ ദുബായിന്ന് വന്നാലും പട്ടാളത്തിൽ വന്നാലും നുണർച്ചൽ നിർബന്ധമാണല്ലേ? ഇച്ചിരി കേൾക്കാൻ പറ്റും. നമ്മള് പോവാണ്. കല്ല് കേട്ടാലും വൈകുന്നേരം ഷവർമ്മ കിട്ടും. അതൊക്കെ തിന്നാ ദഹിച്ചിട്ടാ വലിയ പാടാ. ഇങ്ങോട്ട് നോക്കടാ, ഇതിന്റെ പേരെന്താടാ വിഷ്ണു? താളി. താളിയോ? ചേമ്പും താളി. താളിയോ? ഒക്കെ മറന്നുക്കുണു കേട്ടോ. 2 മാസം കൊണ്ടല്ലേ ആള് മണക്ക. എന്തായാലും ഉമ്മാരത്തെ തോടൊന്നും ദുബായിലില്ല കേട്ടോ. ആഞ്ജനേയ സ്വാമി. അപ്പൊ ദുബായിൽ പെയ്യുന്ന മഴവെള്ളൊക്കെ എവിടെ പോണ്? ദുബായി പെയ്യണ മഴയൊക്കെ ഇന്റർലോക്കിന്റെ അടിയിൽക്കൂടെ പോവല്ലേ. അവിടെ മരുഭൂമി, ഇന്റർലോക്ക് മരുഭൂമി, അങ്ങനെയാണ്. നോണ കേട്ടിട്ട് ഛർദിക്കാൻ വരും ആദ്യമായിട്ട്. ഇവിടെ എന്നാ ആകെ 2 മാസത്തിനാണ് ചോദിക്കുന്നത്. അതും എന്റെ അമ്മോന് അച്ചാറുണ്ട് കൊടുക്കാൻ. ഇവിടെ മോന്തടച്ച് നടന്നിന്ന് ഓനൊക്കെ ഇപ്പൊ പ്രകൃതി സ്നേഹം പറഞ്ഞിട്ടുണ്ടെങ്കില് സൈക്കിളും കേട്ടോ. വൈകുന്നേരം പള്ളർക്കണ ചെയ്യലേ ഓൻ തന്നെ വേണം, അത് മെയിൻ്റെ ആക്കണ്ട. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതൊക്കെ കേട്ടിക്കണത്. അല്ലാണെങ്കിൽ ഒരൊറ്റ ചവിട്ടിന് ആ തോട്ടിലെ വെള്ളം കുടിപ്പിച്ച എനിക്ക് അറിയായിട്ടൊന്നുമല്ല. വാട മക്കളെ വരി വാ. അല്ലടാ യാത്ര, ഈ അറബിയാള് ചിരിക്കണേ നമുക്ക് മനസ്സിലാവൂ? ശരിയൊക്കെ അതേമാതിരി തന്നെ, പക്ഷെ കരച്ചിൽ അങ്ങനെയല്ല. അത് മനസ്സിലാക്കാൻ വലിയ പാടാ. അത് അറബി അറിയണം. 60 ഉറുപ്പിയുടെ ഷവർമ്മക്ക് വേണ്ടിട്ടാണ് ഈ 6500 ഉറുപ്പിയുടെ തള്ളി കേട്ടുകൊണ്ട് നടക്കണത്, അറിയോ? ഓരോരോ അവസ്ഥ.